ഹലോ ഗായ്സ്, ഒരു 4 മണിയായപ്പോൾ മുതൽ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഞാനും സുക്കുമ്പിയൊക്കെ. അപ്പോൾ ഇത് എൻ്റെ ക്വാർട്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റുള്ള ക്വാർട്ടേഴ്സിലെ കുഞ്ഞാണ് മഹി, സുക്കുമ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സുക്കുമ്പി താഴെ കിടന്നുള്ള ബഹളമാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങി കെട്ടി പോകുന്നത് ഇന്ന് നമുക്ക് ക്യാമ്പിൽ ഒരു പ്രോഗ്രാമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും തന്നെ റെഡി ആയിരുന്നു. പിന്നെ ബസ് വന്നു, ബസ്സിൽ ചാടി കയറിയിരുന്നു. നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലെത്തി എല്ലാവരും സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഉമ്മുക്കുൽസ് എന്നാണ് പേര്, അവളുടെ വീട് ആസാമിലാണ് കേട്ടോ. പിന്നെ ഇപ്പുറം ഇരിക്കുന്നതാണ് മഹിയുടെ അമ്മ, ഫേസ് കാണിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കിയിരുന്നിരുന്ന അവസാനം നമുക്ക് സിഒ മാം വന്നു. സിഒ മാമിൻ്റെ പേരെന്ന് പറയുന്നത് ശിഖ എന്നാണ്. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് കേട്ടോ. എല്ലാവരും വന്ന് ഇവരുടേതായ പ്രോഗ്രാംസൊന്നുമില്ല, ഇവരുടേതായ പ്രസംഗം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എല്ലാവരും വന്നു. എല്ലാവർക്കും ഭയങ്കര സ്നേഹമുണ്ട്, നമ്മളോട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും എല്ലാവരും. അങ്ങനെ അവർ വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വിളക്കത്തിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നേരത്തേക്ക്. പിന്നെ നമുക്ക് പ്രോഗ്രാമിനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഇവിടുത്തെ എന്തോ ബാവയുടെ എന്തോ ആണെന്നാണ് ഇവർ പറഞ്ഞു കേട്ടത്. എനിക്ക് അറിയില്ല കൂടുതലൊന്നും. ഞാൻ കുറച്ചും വിശദീകരിച്ച് കേൾക്കാനും പോയില്ല, കാരണം അറിഞ്ഞിട്ടും വല്ല കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനും പോയില്ലായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ വെൽക്കം സോങ് ആയിരുന്നു. ഇവരാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പാട്ടുകാർ. ഇവരെന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പാട്ട് പാടലാണ്. പിന്നെ ഈ ഒരു ദീദി എപ്പോഴും ഡാൻസ് കളിക്കും കേട്ടോ, ഈ ഒരു ദീദി. പിന്നെ അടുത്തത് വേറൊരു ദീദി വരുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡാൻസുകാരും. ഇവരാണ് എപ്പോഴും പ്രോഗ്രാമിന് ഡാൻസ് കളിക്കുന്നത്. പിന്നെ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തായിരുന്നു, പക്ഷെ നമുക്ക് യൂട്യൂബിൽ യാതൊരു നിവൃത്തിയില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് യൂട്യൂബിൽ നമുക്ക് ഇടാൻ പറ്റില്ല ഡാൻസ്. പിന്നെ ഇവർ മൂന്നുപേരാണ് ഇവിടെ എന്ത് പരിപാടിക്കാണെങ്കിലും നന്നായി ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഈ ഒരു ദീദിയുടെ വീട് കാശ്മീരാണ്. അവിടുത്തെ ഡ്രസ്സ് കിട്ടാൻ ഡാൻസ് കളിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഡാൻസ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിട്ട്. ആ കാശ്മീരുള്ള അവരെങ്ങനെയാണോ റെഡി ആയിട്ടിരിക്കുന്നത് ആ ഒരൊറ്റ രീതിക്കായിരുന്നു അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ, മൊത്തം പേരായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നായിരുന്നു. പിന്നെ സിഒ മാമിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും മനസ്സിലാത്തതുകൊണ്ട് ഞാൻ കേൾക്കാനും പോയില്ല. പിന്നെ സുക്കുമ്പി അപ്പോഴത്തേക്ക് അടഞ്ഞു എങ്ങനെയും ചാടി പുറപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോഷൂട്ട് വന്നത്. അപ്പോൾ സുക്കുമ്പി മാത്രം ഞാൻ പോയില്ല കേട്ടോ, കാരണം എൻ്റെ ഡ്രസ്സ് നമ്മൾ കേരളത്തിൽ എങ്ങനെയാണ് പുറത്ത് പോകുന്നത് അതുപോലെയാണ് ഞാനും പോയത്. ഇവരെല്ലാവരും നല്ല മിനിങ്ങിയാണ് വരുന്നത്, ഞാൻ ഫോട്ടോ എടുക്കാൻ പോയില്ല. സുക്കുമ്പിനെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്വീറ്റ്സ് ആയിട്ടായിട്ട് നമുക്കുണ്ടായിരുന്നത് ജിലേബിയും സമൂസയായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു സമൂസക്ക്. 3 കിട്ടിയിട്ടും തികയാത്ത പോലെ ആയിപ്പോയായിരുന്നു എനിക്ക്. പിന്നെ സുക്കുമ്പിക്ക് ഞാൻ ഏലക്ക ചായ വാങ്ങിക്കൊടുത്തു. അതും കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞപ്പം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് ബസ്സിന് തന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു, നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാവരായിട്ടും ഭയങ്കര കൂട്ടായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രോഗ്രാം ആസ്വദിക്കാനും എല്ലാവരായിട്ടും കൂട്ടുകൂടി ഇരിക്കാനും പറ്റി. വന്നതുപോലെ ഇപ്പം എല്ലാവരായിട്ടും ഭയങ്കര കൂട്ടൊക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. പരിപാടികൾക്ക് ഒത്തുചേരുമ്പോൾ